ഹലോ ഗായ്സ്, വാങ്ങിച്ചു ഗായ്സ്. €25 പൊട്ടി. നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. 0% ആയിരുന്നു ദോശ. ഞാൻ എല്ലായിടത്തും ഇത് വർക്ക് ചെയ്യുന്ന കരുതി യൂറോപ്പ്. ഈ സാധനം ഒരിക്കലും മറക്കരുത് ഗായ്സ്. €25, ഏകദേശം 10,000 രൂപ. ഗായ്സ്, ഫാസ്റ്റ് ചാർജറുള്ളൂ. ഞാൻ ഒന്ന് ഫ്രഷായി പല്ലൊക്കെ തേച്ച് വന്നപ്പോഴത്തേക്കും 40% ആയി. ഫാസ്റ്റ് ചാർജർ ഉള്ളതുകൊണ്ട് ഇനി സാംസങ് കൂടെ കുറച്ചൊന്ന് ചാർജ് ചെയ്യണം. നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ഷോട്ട്സ് ഒക്കെ എടുക്കാം. എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അതാണ് ഞാൻ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചപ്പോൾ എനിക്കറിയാം ഇറ്റ് വിൽ ബി ഇൻഎക്സ്പെൻസീവ്. ഇത്രയും എക്സ്പെൻസീവ് വരില്ല പുറത്തുനിന്ന് വാങ്ങിച്ചാൽ അതെല്ലാവർക്കും അറിയാം. ബട്ട് ഇവിടുന്ന് പുറത്തിറങ്ങുന്ന തൊട്ട് ആ എക്സൈറ്റ്മെൻറ്റും അവിടെ തൊട്ട് പറയണം. അല്ലാതെ കുറേ ഷൂട്ട്സും ആദ്യത്തെ ആ എക്സൈറ്റ്മെൻറ്റ് ഷോട്ട്സ് മിസ്സാവും. അത് മിസ്സാക്കാൻ എനിക്ക് വയ്യ. അതാണ് ഞാൻ ഇവിടുന്ന് തന്നെ ചാർജർ വാങ്ങിച്ച് ഇപ്പം തന്നെ ചാർജ് ചെയ്യും. ഹലോ, അപ്പം നമ്മൾ വീട്ടിലിത് എയർപോർട്ടിൽ നിന്ന് പുറത്ത് നീട്ടുണ്ട്. ഒരു ഇമിഗ്രേഷനോ ഒരു ഇതുമില്ല. നമ്മൾ നമ്മുടെ നാട്ടിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിപ്പോൾ അല്ല KSRTC ബസ് വന്ന് ഇറങ്ങിപ്പോകുന്ന പോലെ ആ ഒരു ഫീൽ എനിക്കുണ്ടായുള്ളൂ. ഒരു രാജ്യമാണെന്ന് തോന്നിയില്ല. അപ്പം നമ്മൾ ഷിപ്പോളായിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് ഇനി അകത്ത് പോവാം. ആക്ച്വലി ട്രെയിൻ ടിക്കറ്റ്സ് ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നോക്കട്ടെ ട്രെയിൻ ടിക്കറ്റ്സിന്. ആക്ച്വലി ആപ്പിൽ 4 പൗണ്ടോ 4.9 പൗണ്ടാണ് കാണിക്കുന്നത്. ഇതിനകത്ത് എത്രയാണ് നോക്കാൻ നമുക്ക്. ഐ വാണ്ട് ടു വൺ വേ ഇടുക. ഇതാണ് ചെയ്യേണ്ടത്. ടോപ്പ് 1 സെൻട്രൽ ഫസ്റ്റ് ക്ലാസ് വൺ വേ. $5.90 കാർഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. ഡോക്സ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കോയിൻ ഡെബിറ്റ് കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യാം. ഫസ്റ്റ് ക്ലാസ്സിനാണെങ്കിൽ 9 പൗണ്ട്. ഓക്കെ, ഇത് നമുക്ക് ആപ്പിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബട്ട് നോ, ഇറ്റ്സ് നോട്ട്. നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാം. നമുക്ക് റിസ്ക് എടുക്കണ്ട. ഞാൻ ഇവിടെ താഴെ പ്ലാറ്റ്ഫോം നമ്പർ 2 നിൽക്കുകയാണ്. 1-2. ഇവിടെ കോമഡി ഭയങ്കര രസമാണ്. ട്രെയിൻ വരിക പോവുക. ഓരോ 2-3 മിനിറ്റ് കൂടുമ്പോൾ ട്രെയിൻ ഉണ്ട്. ബട്ട് ഭയങ്കര കൺഫ്യൂസിങ്. ഡയറക്റ്റ് ട്രെയിൻ ഇടയ്ക്കേ ഉള്ളൂ. ഇൻ്റർസിറ്റി ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ. ഇവരുടെ സൈറ്റിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ നോക്കരുത്. ഞാൻ സൈറ്റിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ നോക്കിയതാണ്. വെറുതെ കാർഡ് വേണ്ട. അതിനെന്ത് എക്സ്ട്രാ ഇതുണ്ട്, ഗവൺമെൻറ് പൊല്യൂഷൻ അങ്ങനെ എന്തോ കാർഡിന് എക്സ്ട്രാ ചാർജ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ സൈറ്റിലുണ്ടല്ലോ എന്നെഴുതി എടുക്കാൻ നോക്കിയതാണ്. ബട്ട് എൻ്റെ പേയ്മെൻറ്റ് പോയി, ടിക്കറ്റ് ആയിട്ടില്ല. ദാറ്റ്സ് ഇറ്റ്. സോ ഇനി ഇതേ ഇപ്പോൾ ഒരു ഡയറക്റ്റ് ഒരു ട്രെയിൻ ഉണ്ട്. ഇതാണ്. ഇത് ഞാൻ പിന്നെ ടിക്കറ്റ് മെഷീനിൽ എടുത്തു. ഇത് ആംസ്റ്റർഡാം ഷിഫോൾ ടു ആംസ്റ്റർഡാം സെൻട്രൽ. ഇത് ഒരു ഡേ ഫുൾ ഉപയോഗിക്കാമെന്നാണ് തോന്നുന്നത്. സോ ഇപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുന്ന ട്രെയിൻ ഇപ്പോൾ 48 ആയി. 51, 52, 50+53 3 മിനിറ്റ് ലേറ്റ് ആണെന്ന് കാണിക്കണേ. സോ 55, 55-ന് 54-ന് ഇത് വരും. നിയർലി ഒരു 5 മിനിറ്റ്സ് കൊണ്ട് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. അതാണ് 53. വിൽ ഡിപ്പാർട്ട് ഫ്രം 1 or 2. പിന്നെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്ലാറ്റ്ഫോം ലാസ്റ്റ് ട്രെയിൻ വന്നു കഴിഞ്ഞിട്ടാണ് തീരുമാനിക്കുന്ന പ്ലാറ്റ്ഫോം ഏതാണ്. സോ അത് ഭയങ്കര കൺഫ്യൂസിങ്. അതാണ് ഏറ്റവും വലിയ നമ്മളിതിനകത്ത് കയറി ടിക്കറ്റ് വെച്ച്. ഈ സംഭവം എന്ന് വെച്ചാൽ ഇതൊരു പാക്കേജ് ടിക്കറ്റാണ്. ഏത് ട്രെയിന് എന്നില്ല ഈ ടിക്കറ്റിനെടുത്താൽ. സോ officially Amsterdam Central.
ഇവിടുത്തെ ഇങ്ങനെ പുറത്ത് നടക്കുന്നതല്ല. ഇത് നമ്മൾ സെയിം കോപ്പൻഹാഗനിലുള്ള സാധനം. ഇവിടുത്തെ ട്രെയിനൊക്കെ ഉണ്ടോ? മൊത്തം പൊടിയാ. തൂക്കാനോട് സമയം നിന്നോടുമില്ല. ഒരു മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാതെ ഇതിപ്പോ പോകും. 2 മിനിറ്റ് ഇറങ്ങി ആൾ ഇറങ്ങാൻ വേണ്ടി നോക്കിയിരിക്കുക സാധനം വിടാൻ. സോ ഹാപ്പി മാൻ. മസീവ് സിറ്റി. സിറ്റി അടിപൊളി, വെൽ പ്ലാൻഡ്, കിഡില സിറ്റി. നോ വേർഡ്സ് ടു എക്സ്പ്ലോർ. പരിപാടി തുടങ്ങണം. കുറെ അണ്ണന്മാര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. താഴോട്ട് പോകാനായിരിക്കും മേ ബി. ഇവിടുന്ന് ലണ്ടനിലോട്ട് പോകട്ടോ. ചെക്ക് ഇൻ ചെയ്യാൻ എനിക്കൊന്ന് ഫെറി ആണെന്ന് തോന്നുന്നു. ദിസ് ഈസ് ഗോയിങ് ടു ബി ഫെറി വേ. ഐ എം നോട്ട് ഷുവർ വിച്ച് വൺ ഇസ് ദ എക്സിറ്റ്. ബസ്, ഫെറി, മെട്രോ, ടാക്സി, ട്രാം. വെറുതെ എക്സിറ്റ് ആയില്ല. ടൗണിലോട്ട് ഇറങ്ങുന്നത് എങ്ങനെയാണ് എന്തോ. അയ്യോ, ഇവിടെ ടിക്കറ്റ് വേണം അല്ലേ. oops, I have fucking said no exit. oops. ഞാൻ അപ്പുറത്ത് വെയിറ്റ് ചെയ്തത് സാധനം ഇപ്പുറത്ത് തന്നു. such a beautiful station. You are here. Sensations. Just exit എങ്ങോട്ടാണ് അറിയില്ലല്ലോ. കുറെ പേര് ഫ്ലവേഴ്സ് ഒക്കെ കൊണ്ട് നിൽക്കാട്ടോ. ഇങ്ങോട്ട് എക്സിറ്റ് ആയിരിക്കുമോ? മേ ബി എക്സിറ്റ് തന്നെ ആയിരിക്കുമല്ലോ. അത് ഇതവർക്കൊരു ബൗണ്ടറി ആക്കാൻ പറ്റില്ലല്ലോ. ഫുൾ ഫെറീസ്. ഓ മൈ ഗോഡ്. ഈ കാണുന്നത് ഞാൻ ഓൾറെഡി കണ്ടിട്ടുള്ള. ആംസ്റ്റർഡാമിൽ വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട സാധനം ഈ റെഡ് ലൈറ്റ്. ഇതിലേക്കൂടെ ഒരിക്കലും നടക്കരുതെന്ന് ഉണ്ടോ. ഇത് ബൈക്കേഴ്സ് ഹെവൻ ആണിത്. ഭയങ്കര വിഷയമാണ്. നമ്മൾ റെഡ് ലൈനിൽ കൂടെ റെഡ് ഈസ് ഡേഞ്ചർ എന്ന് പറയുന്ന സ്ഥലമാണിത്. സോ ബിവെയർ ഓഫ് വാക്കിംഗ് ഇൻ ആംസ്റ്റർഡാം ഇൻ റെഡ്. ഫുൾ ഫെറി. ഇത് നിമോ മ്യൂസിയം ആണ് കേട്ടോ. നിമോ സയൻസ് മ്യൂസിയം. ഇവിടെ ഫെറി ആക്ച്വലി ഫ്രീ ആ. ഫെറി വിൽ ബി ദെയർ. ഇത് ഫെറി ആയിരിക്കും. ഇത് ഫ്രീ ഫെറിയാണ്. ഇനി ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. സോ നമുക്ക് ആദ്യം നമ്മുടെ ഹോട്ടലിലോട്ട് പോവാം. ഇത് നമുക്ക് പരിപാടിയൊക്കെ ഒന്ന് ആലോചിക്കാം. അപ്പോൾ ഇവിടെ കാണാം. ഓ മൈ ഗോഡ്, എനിക്ക് എന്താ പറയേണ്ടതെന്ന് മനസ്സിലാവില്ല. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വന്നപ്പോൾ look at that, man. How beautiful is that? How beautiful this whole. ഞാൻ ഇത് ഡെമോ ആണെന്ന് കരുതി കേട്ടോ. ഇത് ട്രാം ആയിരുന്നു. ഇത് ട്രാക്ക് അവിടെ ഉണ്ട്. ഞാനത് കയറി നിന്നിട്ട് നോക്കുന്നത്. കയറി നിന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ട്രാം ലൈൻ ആണെന്ന്. ഞാനത് പണ്ടത്തെ ട്രെയിൻ വല്ല ഡെമോ വെച്ചാന്നായിരുന്നു. എന്താ പറയുന്നത്, ഞാൻ ഒരു ഹെനിക്കൻ ടൂറ് ബുക്ക് ചെയ്തു. അതിന് 15 മിനിറ്റ് കൂടെ ഉള്ളു. പക്ഷെ അവിടെ സ്ഥലത്തെ അരമണിക്കൂർ കാണിക്കുന്നു. ഞാൻ ഇറങ്ങിയപ്പോൾ ലേറ്റായിരുന്നു. ഹലോ, 5 മിനിറ്റ് താമസിച്ചിട്ട്. As you can see, the Heineken brewery. ഞാൻ അവിടെ നിന്ന് ഓടി. ഒരു 3 കിലോമീറ്റർ ഉണ്ടായിരുന്നു എൻ്റെ സ്റ്റേഡോട്. ഞാനത് നോക്കിയായിരുന്നു. അരമണിക്കൂറിൻ്റെ ഉള്ളു ടൗണിൻ്റെ അറ്റം വരെ കരുതി. അങ്ങനെ ഇരുന്നു. 3:10 കഴിഞ്ഞിട്ട് ഇറങ്ങിയ. പിന്നെ 20 മിനിറ്റ്സ് തൊട്ട് ഞാൻ 3 കിലോമീറ്റർ കവർ ചെയ്തോ. ബ്രിസ്ക് വാക്ക് ടൗണിലേക്ക്.
എനിക്ക് ബ്രോ ഇതിൻ്റെ എൻട്രൻസ് ഉള്ളതുണ്ട്. നമ്മൾ ടിക്കറ്റ് ഓൾറെഡി എടുത്തായിരുന്നു. അത് ഫ്രീ സോൾഡിനുള്ള ടിക്കറ്റിനാണ്. ഇവിടെ 3 മണിക്കാണ് നമുക്ക് എൻട്രൻസ് കിട്ടിയത്. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ലാസ്റ്റ് വീക്ക് എടുത്താണ്. ഞാൻ ഓടി വന്നപ്പോൾ ഇതാണ് എൻട്രൻസ്. ഓടി വന്നപ്പോൾ ഇങ്ങനെ കുഴി. ഞാൻ കരുതി ബ്രൂവറിക്കകത്തോട്ട് ഒറ്റ വീഴുമെന്ന്. ലക്കിലി ഇരുന്ന് വിട്ടു. അവിടെ വന്നപ്പോൾ ആ എൻട്രിക്കുള്ള ക്യൂ മാത്രമുള്ളത്. സി ഹൗ മച്ച് അമേസിംഗ്. സി എ ബീസ്റ്റ് ഇസ് ദേർ. റെഡ് ബുള്ളുമായിട്ടല്ലേ ഇവർ ബ്രാൻഡിങ് അംബാസിഡർ. ഈ വണ്ടി ഇത്രയും വലിപ്പമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. എൻ്റെ കൈ ഉണ്ടോ? എൻ്റെ ഫോൺ. ഇറ്റ്സ് സോ ബിഗ്. സോറി. ഇഷ്ടം വരാണെങ്കിൽ മിസ് ചെയ്യാൻ പറ്റാത്ത വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഇവരുടെ പഴയ ഓൾഡ് ബോട്ടിൽസ് ആണ്. സി ഹൗ കൂൾ ഇറ്റ് ഈസ്. വന്ന് എൻജോയ്. Don't forget the tokens. Then, are there people that have rooftop tickets? Please, if you do, please raise your hand. Yes, they have some people. Okay, Cardiff. Yes. Something like that. We had the same with America, and then Canada, and then Mexico, and then Central America, South America. It became absolutely huge. It's quite big. Starting off with the water. Can someone guess how many percentage of Heineken is made out of water? ഹലോ ഗൈസ്, നമ്മൾ ഹെനിക്കൻ എക്സ്പീരിയൻസ് ചെയ്തു. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. വെർത്താണ്. കാരണം നമുക്ക് അവർ ബിയർ തന്നെ സെർവ് ചെയ്യും. ഒരുപാട് ബിയർ അവിടെ ഉണ്ടാക്കി വെറുതെ കളയുന്നുണ്ട്. അവർ ഷോ കാണിച്ച് കളയുന്ന തന്നെ ഒരുപാട് ബിയർ കളയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും 3-4 ഗ്ലാസ് ബിയർ തന്നെ ആ പൈസക്ക് ലാഭമാണ് സത്യം പറയാം യൂറോപ്പിൽ. സോ ഈ കാണുന്നതാണ് ദ ഫസ്റ്റ് ഹെനിക്കൻ ബിയർ ദാറ്റ് ബ്രൂഡ് ടു എ ട്രയാങ്കിൾ ബോട്ടിൽ. ആദ്യം ഇവരുടെ ഇവരുടെ ബോട്ടിൽ ട്രയാങ്കിളായിരുന്നു. ഞാൻ കുറച്ച് അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം അവിടെ നിന്ന് കുറച്ച് അവർ തന്നു. പിന്നെ നമ്മൾ ടെംപ്റ്റേറ്റ് ചെയ്യും അടിക്കാൻ. അതെന്തോ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, ആരെ കൂടുതൽ അടിക്കുന്നത് അങ്ങനെയൊക്കെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് വന്നു. ഞാനെൻ്റെ തങ്ങ് കഴിച്ചു. കുറേ നാളായിരുന്നു ഇത് കഴിച്ചിട്ട്. കഴിക്കേണ്ടെന്ന് കരുതിയിരുന്നോ. പിന്നെ ഇത്രയും റേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ റേറ്റ് ഒന്നുമില്ല. 1500 രൂപ ടിക്കറ്റ്. യൂറോപ്പിൽ നമ്മൾ ഇന്ത്യ റുപ്പി കൺവേർട്ട് ചെയ്യുമ്പോൾ യൂറോപ്പിൻ്റെ ലെവലിൽ നോക്കുകയാണെങ്കിൽ അതൊന്നും വലിയ കാര്യമില്ല. $18 എന്തോ എനിക്ക് ഓർമ്മയില്ല എത്രയാണ്. ഞാൻ ഡാനിഷ് ക്രൗൺ വഴിയല്ലേ പറയുന്നത്. ബിക്കോസ് ഞാൻ ഡാനിഷുകാരനല്ലേ. ഡെൻമാർക്കിൽ നിൽക്കണല്ലേ. സോ എനിക്കറിയില്ല. 170 ക്രൗണയും കണ്ടാന്ന് തോന്നുന്നു. അപ്പോൾ 2000 സംതിങ് വരുമായിരിക്കും. ഐ ഡോണ്ട് നോ. സോ മനുഷ്യരെക്കാളും കൂടുതൽ സൈക്കിളുകളുള്ള രാജ്യം. The city of Netherlands. എന്റെ പൊന്ന് അസൻ ആലപ്പുഴക്കാരൻ. ഇത് ആലപ്പുഴയുടെ അപ്പൂപ്പനാട്ടോ. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അത് കണ്ട ഒരു പാലം, കനാല് കണ്ടൊരു പാലം. അതിന്റെ അപ്പുറത്ത് കണ്ട ഒരു പാലം. അതിന്റെ അപ്പുറത്ത് കണ്ട ഒരു പാലം. അവിടെ കണ്ടോ പാലം. ഇവിടെ കണ്ടോ പാലം. Fuck! Everywhere is like അപ്പൂപ്പൻ ഓഫ് ആലപ്പുഴ.
കിളി പോവും. നമുക്ക് ഒരിക്കലും ഒരു വർഷം എടുത്താലും എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ ഡയറക്ഷൻ പഠിക്കാൻ പോകുന്നു. ഇവിടെ ഡ്രൗണിങ് സംഭവിച്ച് മരിക്കൽ കൂടുതലാണ് ആൾക്കാർ. ഇറ്റ്സ് വെരി ഡേഞ്ചറസ് ടു വാക്ക് ബിസൈഡ് ബിക്കോസ് ആസ് എ പ്രൊഫഷണൽ സ്വിമ്മർ ഇറ്റ്സ് ഓക്കെ ഫോർ മീ. ബട്ട് ഞാനിപ്പോൾ ഈ കോലത്തിൽ അതിനകത്ത് വീണാലും ഐ ഡോണ്ട് കെയർ. ഞാൻ രക്ഷപ്പെടും. അതെനിക്ക് നല്ല കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ അടുത്ത് നടക്കുന്നത്. ബട്ട് സ്വിമ്മിങ് അറിയാത്തൊരു സൂക്ഷിക്കാം. എൻ്റെ ഹോസ്റ്റൽ എവിടെയാണോ എന്താ എൻ്റെ ദൈവം തമ്മിലാണിത്. The proudest Netherlands flags. Full Tesla. ഹലോ, ഞാൻ വഴുതെറ്റി ആക്ച്വലി ഡാം സ്ക്വയറിൽ വന്നതാണ്. ഗ്രേറ്റ് പാലസ്. ഞാൻ ജയിലിനകത്തായിരുന്നു. പൈസ കൊടുത്ത് ജയിലിൽ കിടന്നിട്ട് പേടി വരുന്നു. രാത്രി ആൾക്കാർ എന്നെ എടുത്തോണ്ട് പോവുകയും. ഗുഡ് മോർണിംഗ് ടു ദിസ് ചാനൽ. അപ്പം നമ്മുടെ സെക്കൻഡ് മോർണിംഗ് ആംസ്റ്റർഡാം. That was an amazing night yesterday. ഞാൻ റൂമിലെത്തിയപ്പോൾ 1:30 ആരാ ഏത് അമേരിക്കാരാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ സൗദിക്കാരല്ല. ദിസ് സിറ്റി ഈസ് വെരി സേഫ് ടു മീ. ഞാൻ പല നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ്സിലും പോയിട്ടുണ്ട്, പല നോർത്ത് ഇന്ത്യ. ഐ ഫെൽറ്റ് മെനി ടൈംസ് അൺസേഫ് ഓഫ് ദിസ് കറപ്ഷൻ മാത്രമല്ല, എന്തും പലതും പല ആൾക്കാരുടെ വലിയ പ്രശ്നങ്ങളൊന്നുമല്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എ ത്രെറ്റ് ടു മീ മെനി ടൈംസ്. ബട്ട് ദിസ് കൺട്രി, ദിസ് സിറ്റി, ഐ വാസ് ലോസ്റ്റ് ഹിയർ. സ്റ്റിൽ ഐ ഡിഡ്ന്റ് ഗോട്ട് എനി പ്രോബ്ലം. ഞാനെല്ലാം കാണുന്നുണ്ടായിരുന്നു. ദിസ് അമേസിംഗ് നൈറ്റ് ലൈഫ് ദിസ് സിറ്റി ഹാവ്. ആൻഡ് ഇന്ന് ദിസ് വിൽ ബി മൈ ഷോർട്ട് ലാസ്റ്റ് ഡേ. എന്നിട്ട് ഞാൻ ഫ്രൈഡേ ദിസ് വീക്കെൻഡ് മാത്രമേ ഇങ്ങോട്ട് തിരിച്ചു വരുള്ളൂ. ഇന്ന് 13th ബുധനാഴ്ചയാണ് തോന്നുന്നു. സോ ഇന്ന് വൈകിട്ടായിരിക്കണം നമ്മുടെ ഫ്ലൈറ്റ് ടു ദ പാരീസ്, ഫ്രാൻസ്. നമ്മളിവിടുന്ന് അടുത്ത ഫ്രാൻസിലോട്ടാണ് പോകുന്നത്. ഈ സിറ്റി ഒരിക്കലും എനിക്ക് മടുത്തിട്ടില്ല. ഉറപ്പായിട്ട് ഇഫ് ഐ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി അത് of course return back to this. Such a cute dogs. I'm missing everything, man. ഞാൻ പിന്നെ ഒന്ന് ആലോചിക്കാൻ തുടക്കാം. ഇപ്പം നമ്മൾ നേരെ ഡാം സ്ക്വയറിൽ വഴിയിലാണ് പോകുന്ന. വഴി മക്ഡൊണാൾഡ്സ് ഉണ്ട്. ആക്ച്വലി ഇന്ന് ഞാൻ എണ്ണീറ്റപ്പോൾ 10-11 മണിയായി. 10 മണിക്കായിരുന്നു ഞങ്ങളുടെ വൃത്തിയായിട്ടോ നല്ല ഹോസ്റ്റലായിരുന്നു. അമ്മമാരുടെ ചെക്കൗട്ട്. അമ്മമാർ ആ ടൈമിൽ വന്ന് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞില്ല. 11 മണി കഴിഞ്ഞിട്ട് വന്നു. അപ്പോൾ എനിക്കറിയാം ഇങ്ങനൊരു പണിയുണ്ട്, ടൂറിസ്റ്റ് ട്രാപ്പ് ഉണ്ട്. കൂടുതലും നമ്മുടെ ഇന്ന് എക്സ്ട്രാ ചോദിക്കും 1 or 2 hours ലേറ്റായ. ബട്ട് എന്തായാലും ലക്കിലി ഞാൻ അവർ പറഞ്ഞ ഇവിടെ ഒരു 5 മിനിറ്റ്സിനുള്ളിൽ എൻ്റെ ബാഗ് ഫുള്ള് പാക്ക് ചെയ്തു. ഞാൻ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു. അവരെനിക്ക് തരാനുള്ള പൈസ തന്നു. നമ്മൾ അഡ്വാൻസ് കീക്ക് പൈസ കൊടുക്കണം. ആ അഡ്വാൻസ് അവരൊന്നും ചോദിക്കാതെ തന്നെ അവർ തിരിച്ചു തന്നിട്ടുണ്ട്. സോ ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അതുകൊണ്ട് ഞാൻ മുഖം പോലും ആക്ച്വലി കഴുകിയിട്ടില്ല. എനിക്ക് ടോയ്ലറ്റിൽ പോകണം കഴിയും. ഞാൻ സത്യം വേണ്ട വെഗ്ഡി അതുപോലത്തെ അവിടെ പോയിട്ടുണ്ട്. അവിടെ പോയാൽ ഫുഡ് കഴിക്കാനല്ല, ബാത്റൂം ഈസ് മൈ ഫസ്റ്റ് പ്രയോറിറ്റി. എനിവേസ് KFC ബക്കറ്റ് നെയിൽ വാങ്ങിച്ച് വിത്തൊരു സോസും എങ്ങനെയുണ്ടോ നോക്കാം. നമ്മുടെ നാട്ടിലാണ് ഇവിടുത്തെ ഞാൻ KFC കഴിച്ചിട്ടുണ്ട്, ഡെൻമാർക്കിൽ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ആദ്യമായിട്ടാണ്. നമ്മളിന്നും ഇന്നലെയും മക്ഡൊണാൾഡ്സ് ആയിരുന്നു നൈറ്റ് കഴിച്ചത്. ഇപ്പോൾ ഇവിടുത്തെ KFC ഉണ്ടോ.
സെൻട്രൽ സ്റ്റേഷൻ വഴി ഞാൻ നടന്നതാണ് ആക്ച്വലി അവിടെ ടോയ്ലറ്റ് കാണുമെന്ന്. പിന്നെ പകുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഡാം സ്ക്വയർ കാണണമെന്ന് ഭയങ്കര പൂതി. അപ്പോൾ ഒന്നും കൂടെ ആംസ്റ്റർഡാംകാർ ദി ഡാം എന്ന് പറയണ അവരുടെ ലാംഗ്വേജ് വേറെന്തുണ്ട് അതെനിക്ക് അറിഞ്ഞൂടാ. ഞാനൊക്കെ എന്ത് ചെറിയ മനുഷ്യരാണല്ലേ, എനിക്ക് അതാ ഓർമ്മ വരുന്നത്. സച്ച് എ ഡാം പോലെ സൈഡിൽ ബിഗ് മാസീവ് ബിൽഡിംഗ്, മാസീവ് മൗണ്ടൻസിന്റെ ഇടയ്ക്ക് നിന്നിട്ടുണ്ട്. ബട്ട് ദിസ് ഫീൽസ് സംതിങ്. This city is getting mad to my brain. This is an amazing city. Always it's like it feels like, should I move here? Should I move here? Fuck, like that. അപ്പം നമുക്ക് ടോയ്ലറ്റ് മാഡമേ തുസാഡ്സ് വാക്സ് മ്യൂസിയം ഇവിടെ ഞാൻ ടിക്കറ്റ് നോക്കണമെന്ന് കരുതി ഇന്നലെ മറന്നു. 20 സംതിങ് euro ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് ചെക്ക് ചെയ്യാം എത്ര എങ്ങനെയാണെന്നൊക്കെ. ഓ ഇറ്റ്സ് നമ്മുടെ നടക്കാനുള്ള സൈനുണ്ട്, നടക്കാനുള്ളത് സൈനുണ്ട് ഇവിടെ. സൈക്കിളിനും ആക്ച്വലി ഇവിടെ ഇതുണ്ട് ആക്ച്വലി. സി ആരാണെന്ന് നോക്കിയാൽ ഞാനൊന്ന് ഓൺലൈനിലൊന്ന് ടിക്കറ്റ് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാൻ നോക്കി ഇവിടെ ഇതിനകത്ത് ടോയ്ലറ്റ് ഫ്രണ്ടിൽ തന്നെ കാണുമെന്ന് എനിക്കറിയില്ല. സോ ഞാൻ ആദ്യമായിട്ട് നമ്മൾ നേരത്തെ എണ്ണീറ്റതാണ് ആക്ച്വലി. എന്നിട്ട് ഞാൻ ഈ വൃത്തികെട്ട ഫോണും പിടിച്ചോണ്ട് കുറെ നേരെ ഇരുന്നു. അതാണ് പറ്റിപ്പോയത്. തോണ്ടി ഇരുന്നപ്പോൾ 11:30 ആയി. 10:30 ഇവിടുത്തെ റൂള്. അതെനിക്ക് സംതിങ് ഫിഷ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഞാനത് അറിഞ്ഞില്ലായിരുന്നു ബേസിക്കലി. പിന്നെ കുറച്ച് നട്ട്സ് എടുത്ത് അവിടെ കഴിക്കുന്ന റൂമുണ്ട്, അവിടെ പോയി നല്ലൊരു വൈബ് റൂമാണ്. അപ്പോൾ നടന്നു പോകണ എങ്ങോട്ടാന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. funny thing. എനിക്ക് ഡാമിനൊക്കെ ചുറ്റി കാണാനുണ്ട്. പിന്നെ കുറേ ഇന്നർ സ്ട്രീറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു സർക്കിൾ വരച്ച് പണ്ട് സണ്ണിനെ വരയ്ക്കില്ലായിരുന്നോ, ആ സണ്ണിനെ വരയ്ക്കുമ്പോൾ നമ്മൾ ചുമ്മാ വര ഒരു സർക്കിളിൽ നിന്ന് പുറത്തോട്ട് ലൈക്ക് ഓവം സ്പേം ഈസ് ട്രൈങ് ടു ദി ഓവം, അതേ കണക്കൊരു ഫിഗർ ആവില്ലേ, ആ ഫിഗർ പോലെയാണ് ഇവിടുത്തെ സ്ട്രീറ്റ്. എല്ലാം അകത്തോട്ടുണ്ട്. Then everyone is in their bikes because this city has a lot of cycles than the number of persons who living here. That's the funny thing of a country, man. സൈക്കിളുകൾ മനുഷ്യരെക്കാളും കൂടുതലുള്ള നാടാണ്. സോ എനിക്ക് തോന്നുന്നു നല്ല ഹോട്ടൽസിന് മാത്രമേ ഇവിടെ ബാത്റൂം ഉള്ളൂ, ടോയ്ലറ്റ് ഉള്ളൂ. ആൽബർട്ട് ഉണ്ട്, അവിടെയും കാണാം. അവിടെ നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് നോക്കിയാലോ. ആംബുലൻസ് വന്നല്ലോ, സംതിങ് ഫിഷി ഫീൽ. അതൊന്നോ ഇവിടെ ഞാൻ നടന്ന് ഇവിടെ വരെ എത്തിയോ. ഈശ്വര, റൈറ്റ്സ് മ്യൂസിയം പോയല്ലോ നമുക്കൊന്ന്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, പക്ഷേ ഇത് ട്രാമിൻ്റെ ആണ് ആക്ച്വലി. ഇത് ആ ഡാമിൻ്റെ പാലസിൻ്റെ പുറകിലാണ്. ആംസ്റ്റർഡാം സെൻട്രൽ. നേരെ എൻ്റെ മേത്ത് വരുന്നത് തോന്നുന്നു. നമ്മൾ നടന്ന് കറങ്ങി ദി ലെജൻഡറി സെൻട്രൽ സ്ക്വയർ. നമ്മൾ സെൻട്രൽ സ്ക്വയറിൻ്റെ മുമ്പിലാണുള്ളത്. ഇവിടെയാണ് ഇതൊരു ജസ്റ്റ് ഒരു എന്താ പറയുക, റെയിൽവേ സ്റ്റേഷൻ മാത്രമാണെന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഭീകരത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. യൂറോപ്പിൻ്റെ ഇവിടെ തന്നെ എൻട്രി ഉണ്ട് ആക്ച്വലി ആംസ്റ്റർഡാം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ. എന്തായാലും എസ്കലേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ബ്യൂട്ടിഫുൾ.
ജസ്റ്റ് എന്താണ് ഫ്രണ്ടിൽ കൊട്ടയല്ലോ. അപ്പം നമ്മുടെ പ്രയാണം കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫ്രഷായിട്ട് എൻ്റെ ഫോൺ നമ്മുടെ ബോംബെ പോലെ ഉണ്ടല്ലോ പുള്ളി. അങ്ങോട്ട് പോയ പുള്ളി ബോംബെ കറക്റ്റ് ബോംബ. ഇവിടെ വന്ന ഉടനെ ലൈറ്റ് ചെയ്യുന്ന ചേച്ചി കണ്ടില്ലേ, വന്നിറങ്ങിയില്ലായിരുന്നു പോലെ ലൈറ്റ് ഇറങ്ങി. എൻ്റെ പുറകിൽ കണ്ടായിരുന്നു നിങ്ങൾ. അതാണ് ഞാൻ ഇത്ര വൈകിട്ട് കാണിച്ചത്. ലൈക്ക് ഈ GVB എന്നൊരു ഓഫീസിൽ നിന്ന് അറിയാതെ എന്ന് കയറിയത് കേട്ടോ. ഇവിടെ കണ്ടോ നമുക്ക് 1 ഡേ 1 മണിക്കൂറത്തേക്ക് അൺലിമിറ്റഡ് ഒരു ഇത്. ഞാനിപ്പോൾ ഡേ എടുത്തു, ഞാൻ ഇന്ന് രാത്രിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് വൈഫൈയും ഇൻ്റർനെറ്റും ടോയ്ലറ്റും എല്ലാം അതിനകത്ത് കിട്ടും. സോ എനിക്ക് ട്രാവൽ മൊത്തം എനിക്ക് ട്രാമിലും കറങ്ങാം, എല്ലാത്തിലും കറങ്ങാം എന്നുള്ളൊരിത്. അപ്പോൾ ഇതാണ് കാർഡ്. ഇത് NFC ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് വെച്ചാൽ നമുക്ക് ഫുള്ള് ട്രാവൽ ചെയ്യാൻ പറ്റും. ഈ ഒരു റീജിയൻ മാത്രം കേട്ടോ, ഹോളണ്ടിൻ്റെ ഈ ഒരു ഏരിയ. നമ്മൾ അൺലിമിറ്റഡ് ടിക്കറ്റ് കൊണ്ട് ട്രാമിൽ കയറിയിട്ടു. ട്രാം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് പിടിയില്ല.